ഹായ് ഹലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് അധികം ഇൻട്രോ ഒന്നും ഞാൻ നൽകുന്നില്ല. വീഡിയോ വന്നിട്ട് ഞാനിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, അതായത് കടന്നു പോകുന്ന ലൈഫ് സ്റ്റൈലിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതായത് പോസ്റ്റ്നാർട്ടം റിലേറ്റഡ് വീഡിയോ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം എല്ലാ അമ്മമാർക്കും സി സെക്ഷൻ ആവട്ടെ നോർമൽ ആവട്ടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്കായാലും പുറത്തുള്ളവർക്കായാലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു ക്വയറി ആയിരിക്കും, നമുക്ക് ആയുർവേദ മെഡിസിൻസ് കഴിക്കാമോ, അത് എത്രത്തോളം നല്ലതാണ്, അതിന് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ആയുർവേദ മെഡിസിൻ കഴിച്ചൊരു വ്യക്തിയാണ്. ഈവൻ ഫസ്റ്റ് ഡെലിവറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർമൽ ഡെലിവറി ആയിരുന്നു, സെക്കൻഡ് സി സെക്ഷൻ ആയിരുന്നു. ഈ രണ്ട് ഡെലിവറിയിലും ഞാൻ ആയുർവേദ മെഡിസിൻസ് എടുത്തിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോൾ ആയുർവേദ മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ ആയുർവേദ മെഡിസിൻസ് എങ്ങനെയെങ്കിലും അവൈലബിൾ ആയി കിട്ടും, നമുക്കിപ്പോൾ വാങ്ങി വെക്കാം, സൂക്ഷിക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പുറത്തുള്ളവർക്ക് ഇപ്പോൾ പെട്ടെന്ന് എബ്രോഡിൽ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുകൊണ്ട് കഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കഴിക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ കഴിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്തത് ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് നോർമലിന് നമ്മൾ ഏകദേശം ഒരു നമ്മുടെ എല്ലാ സിസേറിയൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും ഒരു 5 to 10 days ഗ്യാപ്പ് എടുക്കുക. ഇപ്പോൾ നോർമലിന് ഞാൻ ഒരാഴ്ച ഗ്യാപ്പ് എടുത്തു, കാരണം ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവാൻ തന്നെ അന്ന് ഒരാഴ്ച എടുത്തിരുന്നു. ആ ഒരാഴ്ച ഗ്യാപ്പ് എടുത്ത് അവർ തരുന്ന പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിയുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആയുർവേദ മെഡിസിൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഗുളിയും ഒക്കെ ഒരു 10 ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ വേദുകുളി റിലേറ്റഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ തേച്ച് ഗുളിയൊക്കെ അപ്പോൾ തുടങ്ങാവുന്നതാണ്. ഈ മരുന്ന് എന്ന് പറയുന്നത് ഒരു 1 week കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈവൻ സി സെക്ഷൻ ആണെങ്കിൽ ഒരു 10 days വരെ, 10 days 15 days, ഞാൻ 15 daysന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടെ നമുക്ക് അയൺ ആൻഡ് കാൽസ്യം കഴിക്കാവുന്നതാണ്. പക്ഷെ ഒരു ടൈം ഗ്യാപ്പ്, ഒരേ ടൈമിൽ അറ്റ് എ ടൈം കഴിക്കരുത്, ഒരു ടൈം ഗ്യാപ്പ് ഇട്ട് കഴിക്കേണ്ടതാണ് കേട്ടോ. ഒരു 1 hour ഗ്യാപ്പ് ഇട്ട് കഴിക്കേണ്ടതാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഡെലിവറിയിൽ നിന്ന് നോർമൽ ഡെലിവറി കഴിച്ചിരിക്കുന്നത് 3 അരിഷ്ടങ്ങളാണ്. ജീരകാരിഷ്ടം, ധാനന്തരാരിഷ്ടം, പിന്നെ ദശമൂല അരിഷ്ടമാണ്. ഇത് വിശപ്പ് കൂട്ടാനും സഹായിക്കുന്ന അരിഷ്ടങ്ങളാണ്. അപ്പോൾ ചിലവർക്ക് ഒരു കോഴ്സോടെ നിർത്താം, ചിലവർ 3 മാസം 90 ദിവസം കഴിയുന്നവരൊക്കെ കഴിക്കുന്നവരുണ്ട്. ഞാൻ ഒരു കോഴ്സ് മാത്രമാണ് 2 പ്രഗ്നൻസിയിലും കഴിച്ചത്, 2 ഡെലിവറിക്ക് ശേഷം കഴിച്ചത് ഓരോ കോഴ്സ് മാത്രമാണ്. എനിക്ക് ആ സമയത്ത് നാട്ടിലായിരുന്നു ഞാൻ ഫസ്റ്റ് ഡെലിവറി. അവിടെ ഡോക്ടറെ കോട്ടക്കലിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചവനപ്രാവശ്യവും തന്നിരുന്നു ലേഹ്യമായിട്ട്. അന്ന് അവര് തെങ്ങിൻ പുക്കുലാതി ലേഹ്യം തന്നിട്ടില്ല. തെങ്ങിൻ പുക്കുലാതി ലേഹ്യം തന്നു കഴിഞ്ഞാൽ തരേണ്ടതാണ്. അന്ന് ആ സമയത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും നിങ്ങൾ ഏത് ഡെലിവറി ആണെങ്കിലും നിങ്ങൾ ഈ ആയുർവേദ മെഡിസിൻസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മരുന്ന് കഴിക്കുക. നമ്മൾ നാട്ടിലുള്ളൊരു പ്രതീതിയാണ്, ആരെങ്കിലും പോയി പറഞ്ഞ ആ പ്രസവം കഴിഞ്ഞ ആളാണ്, ഇന്ന മരുന്ന് വേണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രസവരക്ഷയ്ക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ ആയുർവേദശാലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ എടുത്തു തരും. പക്ഷെ നമ്മൾ അതിനു മുമ്പ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയതിന് ശേഷം മാത്രം കാരണം ചിലവർക്ക് BP ഉള്ളവരായിരിക്കാം, ഷുഗർ ഉള്ളവരായിരിക്കാം, പിന്നെ ശരീരഘടനകളൊക്കെ മാറാം. ചിലർക്ക് ഈ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ, ഈ അയൺ കാൽസ്യം കഴിക്കുന്നതിൻ്റെ കൂടെ ഈ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവാനും, കോൺസ്റ്റിപ്പേഷൻ കാരണം ഒരുപാട് ഇങ്ങനെ മലബന്ധങ്ങൾ വരുമ്പോൾ പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരഘടന എപ്പോഴും ഒരു ഡോക്ടറോട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി മരുന്ന് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ നോർമൽ ഡെലിവറി കഴിഞ്ഞത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തുവല്ലോ. അതുപോലെ ഈ ഒരു ഡെലിവറിയിൽ ഞാൻ ചെയ്തത് സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരുള്ള കോട്ടക്കലിൽ പോയിട്ടാണ് ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ഞാൻ ചെയ്തത്. പ്രഗ്നൻസിക്ക് മുന്നേ ഞാൻ എപ്പോഴും ധാന്വന്തരം ഗുളിക കഴിക്കുമായിരുന്നു. അത് ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ധാന്വന്തരം ഗുളിക പറയുന്നത് വയറ് കിഴിഞ്ഞു വരാൻ സഹായിക്കുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ധാന്വന്തരം ഗുളിക കഴിക്കുമായിരുന്നു. ഇപ്പൊ ഗ്യാസ് വരുന്ന ആൾക്കാർക്ക്, ഇപ്പൊ ഈ അരിഷ്ടങ്ങളൊക്കെ കഴിച്ചിട്ട് ഗ്യാസ് വരുന്ന ആൾക്കാരാണെങ്കിൽ, ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാന്വന്തരം ഗുളികയും കൂടെ കഴിക്കുന്നത് നല്ലതാണ് എപ്പോഴും. അപ്പൊ ഞാൻ കഴിച്ച മരുന്ന് വന്നിട്ട് ദശമൂലാരിഷ്ടമാണ്. അത് രാവിലെ ഒരു 3 സ്പൂണ് വെള്ളത്തിൽ കലത്തിയിട്ട് കഴിക്കാൻ പറഞ്ഞിരുന്നു.
രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ വന്നിട്ട് ധാന്യന്തര ഇഷ്ടമാണ്, പിന്നെ ജീരകാരിഷ്ടമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ജീരകാരിഷ്ടമാണ്. പിന്നെ ഞാൻ കഴിക്കുന്നത് തെങ്ങിൻ പൂക്കലാതി ലേഹ്യമാണ്. തെങ്ങിൻ പൂക്കലാതി ലേഹ്യമാണ് ഇവിടെ എഴുതി തന്നിരിക്കുന്നത്. അതൊരു ഡപ്പയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മാസം ഒരു കോഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏകദേശം കൂടെ ഒരു 1000 rupees നമുക്ക് വരുന്നുള്ളൂ. അത് നിങ്ങൾ ഒരു മാസം അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ഇല്ല സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഒരു കോഴ്സ് കഴിക്കുന്നവർക്ക് കഴിച്ചു. ഞാൻ എപ്പോഴും ഒരു കോഴ്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അയൺ ഗുളികയും കാൽസ്യം കഴിക്കുന്നുണ്ട്. അയൺ ഗുളികയും കാൽസ്യം ഒരിക്കലും മുടക്കരുത്. രണ്ടും കഴിക്കാം. ഇംഗ്ലീഷ് മെഡിസിൻസും ആയുർവേദവും കഴിക്കാം. അയൺ ആൻഡ് കാൽസ്യം 1 year വരെ കണ്ടിന്യൂ ചെയ്യുക. അറ്റ്ലീസ്റ്റ് 6 months വരെയെങ്കിലും കണ്ടിന്യൂ ചെയ്യുക. കാരണം എല്ലുബലത്തിന് വേണ്ടിയിട്ടാണത്. എല്ല് നമ്മുടെ ബോഡിയൊക്കെ സ്ട്രെങ്ത് ആവാൻ വേണ്ടി നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ടേമാണത്. സോ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പഥ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ആയുർവേദം കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നോൺ വെജുകൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാനും കഴിക്കാറൊക്കെ ഉണ്ട് കഴിക്കുമ്പോൾ. പക്ഷെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്ന ഓരോ തോന്നാറുണ്ട്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ആയുർവേദ മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആയുർവേദം കഴിക്കുമ്പോൾ പഥ്യം ഫോളോ ചെയ്യാമെന്ന് പറയുമല്ലോ. നോൺ വെജിനോട് അത്രയ്ക്ക് ആഗ്രഹമുള്ളവരൊക്കെ കുറച്ച് കഴിച്ചോളൂ. 3 നേരം ഒന്നും നോൺ വെജ് കഴിക്കാതിരിക്കുക. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നോൺ വെജ് കഴിച്ചോളൂ. ആ ദിവസം വേണമെങ്കിൽ ഇതൊന്ന് കഴിക്കുന്നത് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഈ 3 അരിഷ്ടങ്ങളും ഈ ലേഹ്യമാണ് കഴിച്ചത്. കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഒറ്റ മന്ത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതായത് ഒരു കോഴ്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് 1.5 മാസം വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ടിപ്പ്, ഡോക്ടറെ കണ്ടിട്ട് മാത്രം ചെയ്യുക. ഹെൽത്ത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക. പിന്നെ C-section നോർമലിനും കഴിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതുമാണ്. കഴിക്കാതിരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ വേദുകുളി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതും ഇതിൻ്റെ കൂടെ നിങ്ങൾ സ്റ്റിച്ചൊക്കെ ഉണങ്ങിയതിന് ശേഷം, സിസേറിയൻ ആണെങ്കിൽ 1 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 20 ദിവസത്തിന് ശേഷം തുടങ്ങുക. നോർമൽ ആണെങ്കിൽ ഒരു 10 ദിവസം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വേദുകുളി തുടങ്ങുക. ഉഴിച്ചിലും ഇതൊക്കെ അതിനുശേഷം തുടങ്ങാവുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന റിലാക്സേഷൻ ഒരു ഡിഫറെന്റ് തന്നെയാണ്. കാരണം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്ന് നന്നായി മസാജ് ചെയ്ത് കുളിപ്പിച്ച് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അത്രയും ടയറിങ് ആയിരിക്കും. ആ സമയത്ത് ഒരാൾ കുളിപ്പിച്ച് റിലാക്സ് ചെയ്ത് മസാജൊക്കെ ചെയ്ത് കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ വന്നൊന്ന് കിടന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഒന്ന് ഉറങ്ങാം. ആ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഫീൽ ഉണ്ടാവും. കാരണം നമ്മൾ അത്രയും ടയേർഡായിരിക്കും. ആ സമയത്ത് നമ്മൾ കുളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുളിയൊക്കെ ഭയങ്കര ഒരു ഓടിച്ചിട്ടുള്ള കുളി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പച്ചവെള്ളത്തിൽ പറയുന്ന കാക്കക്കുളിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ബോഡി മസാജ് ഒക്കെ കിട്ടുമ്പോൾ ഏത് സമയത്ത് നമുക്കൊരു ബോഡി മസാജ് കിട്ടുമ്പോൾ ഒരു റിലാക്സേഷൻ അല്ലേ, ആ റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് ചെയ്യാവുന്നതാണ്. അതായത് വേദുകുളി അല്ലെങ്കിൽ മസാജ് പ്രസവരക്ഷ ചെയ്യാവുന്നതാണ്. ഇതായിരുന്നു എൻ്റെ പ്രസവരക്ഷയും ആയുർവേദ മരുന്ന് കഴിച്ചതൊക്കെ ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ എല്ലാവിടെയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. വെരി സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളതും എൻ്റെ ആയുർവേദ മരുന്നുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും, എനിക്ക് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും ഉണ്ട്, സെയിം നെയിമിൽ തന്നെയാണ്. അതൊന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിനും വേണ്ടിയിട്ട് ആ യൂട്യൂബ് ചാനലിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.